ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പ്രസവിച്ച സ്ത്രീകൾ 100% ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിൽ ചെറിയരി എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഗ്ലാസ്സിലെടുത്താൽ മതി. അല്ലെങ്കിൽ കപ്പിലെടുക്കുന്നെങ്കിൽ അതേപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കപ്പിൽ തന്നെ എടുത്താൽ മതി. ഈ അരി ഞാനൊരു 3-4 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 3 ഗ്ലാസിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതൊരു 3 വിസിലാകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ 3 വിസിലായതിനു ശേഷം ഞാൻ അടുപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരിയെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ. ഇനി വേണ്ടത് 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ തേങ്ങയും ജീരകവും നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെക്കാം. ആ സമയം ഇതാ നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. നല്ല പോലെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതിയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ കട്ടയെല്ലാം പോയി കിട്ടുന്നവരെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു റെസിപ്പി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രസവിച്ച സ്ത്രീകൾക്ക് പാലില്ലാന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പാലാന്നില്ലാന്നെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ ഭയങ്കര പാലും നല്ലോണം കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കുടിക്കാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പം ഇത് നല്ലോണം തിക്കായി വരും. അപ്പോൾ നമുക്ക് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ കുടിക്കണം, അല്ലെങ്കിൽ തിക്കായിട്ട് വേണോ ലൂസായിട്ട് വേണോ. ലൂസായിട്ട് വേണമെങ്കിൽ ഒരു 3 ഗ്ലാസ്സെങ്കിലും ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് മതിയാവും. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തിളച്ച് വരുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അത് തിളച്ച് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സ്ലൈസായിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തിന്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒഴിച്ചത്. ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ആക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച സവാള ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് നെയ്യോടി കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഈ പശു നെയ്യും സവാള വറുത്തതും പിന്നെ തേങ്ങാപ്പാലും എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തിക്കായിട്ടാണ് ആക്കിയിനി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്താലേ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ ഇൻഷാല്ലാ അഷീസ് ഹോമിൽ പുതിയ വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.